സാധാരണ എന്ന് വെച്ചാൽ ഞങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. പക്ഷെ ഇന്നിപ്പോൾ ഞങ്ങൾ പിന്നെ രാവിലത്തെ നമ്മളെ അതായത് ബ്രേക്ക്ഫാസ്റ്റ് അത് അതായത് നമ്മൾ ഗോതമ്പിൻ്റെ ഇലയട അതാണ്. നല്ല രസമാണത്. പിന്നെ അപ്പോൾ അതാണ് ഇപ്പം ഇന്ന് രാവിലത്തെ ചായ പലഹാരം. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ രാമായണ വായനയിലാണ് രാവിലെ. അപ്പോൾ ഏതായാലും നമുക്ക് അമ്മേൻ്റെ രാമായണ വായന കേൾക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അട ഉണ്ടാക്കൽ തുടങ്ങാം. ശ്രീരാമനേവം തിരഞ്ഞു നടക്കുമ്പോൾ തെരഴിഞ്ഞുടഞ്ഞു വീണാകുലാമടവിയിൽ ശാസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്ന ചട്ടയോ മടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാൺകടോ കുമാര നീ. തന്നുങ്ങി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരം അഴിഞ്ഞതർ കോപ്പിത കിടക്കുന്നു എന്നു വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതു ദാനനീ കിടക്കുന്ന തട്ടീ കണ്ടില്ലയോ. കൊല്ലുവാനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വിധുവിങ്ങാശു തന്നിടുന്നതു കേട്ട നേരം. ഇത്രത്ത ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, വന്ദനെല്ലാം തവ ഭക്തനായൊരു ദാസൻ. മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പൊരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശെ പോകും നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തൊടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ. വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ പുട്ടവേദനയോടു ഭൂമിയിൽ വീണേനല്ലോ. ഇന്ദിരു വടിയെ കണ്ടൊഴിഞ്ഞു മരിക്കൈകൻ നിന്നിരാദേവിയോടു വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കേണമെന്നു കൃപയാ കൃപാനിധേ തൃക്കഴലിണ നിത്യം മുൾക്കാമ്പിൽ വസിക്കേണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടു നാഥൻ ചിത്രകാരുണ്യം പൂണ്ടു ചെന്നരുത്തിരുന്നുതൻ. തൃക്കൈകൾ കൊണ്ടു തലോടിനാനവനുടൽ ദുഃഖാശ്രുപ്ലുത തനയത്തോടും രാമചന്ദ്രൻ. ചൊല്ലുവാനഹോ മമ വല്ലഭാവൃത്താന്തം നീ എല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണാദിച്ചു കൊണ്ടു പോയെന്നറിഞ്ഞാലും ചൊല്ലുവാനില ശക്തി മരണപീഡയാലേ നല്ലതു വരുവതീനായി അനുഗ്രഹിക്കണം. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നതാ ഗോതമ്പിൻ്റെ അട. ഇപ്പോൾ ഏതായാലും അത് തന്നെയാണ് ഇന്നതാണ് നമ്മളെ രാവിലത്തെ ചായ പലഹാരം. അപ്പോൾ അട ഉണ്ടാക്കാം. പിന്നെ ഇലയൊക്കെ നമ്മൾ പഴയൻ്റെ ഇലയൊക്കെ വെട്ടിക്കൊണ്ടതാണ്. അപ്പം ഇനി ഏതായാലും അടയ്ക്കുള്ള ഒരു മാവ് ഒക്കെ ഇത് കുഴച്ചേക്കട്ടെ. അതിന് തുടങ്ങാം. അപ്പോൾ ഇതാ ഗോതമ്പിൻ്റെ പൊടി. ഇനി അത് നമുക്ക് കുഴച്ച് വയ്ക്കാനുള്ളതാണ്. ഒരു നാലെണ്ണമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതിനുള്ള പൊടി കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും കുഴപ്പമില്ലല്ലോ. അതിനനുസരിച്ച് ഉരുളാക്കിയിട്ട് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ അതേതായാലും കുഴച്ചെടുക്കാം. അത് ഇവിടെ കുഴച്ച് വെച്ചു, അവിടെ നിൽക്കട്ടെ. ഇനി ശർക്കര വലിയ അരച്ചെണ്ണയാണ്. തേങ്ങ ഇവിടെ ചിരകിയതുണ്ട്, നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത്. പക്ഷേ ശർക്കര ഒന്ന് ഇങ്ങനെ ചുരണ്ടി കൊടുക്കാം. ഈ 3 ചേരുവകളാണ് ചേർക്കുന്നത്. നമുക്ക് ഏലക്കായൊക്കെ ചേർക്കാം. ഇതിപ്പോൾ ഞങ്ങൾ ഏലക്കായ പൊടിച്ചിടുന്നില്ല. ഞങ്ങൾക്ക് ഈ 3 ചേരുവകൾ. ഇനിയിപ്പോൾ വാഴയില, പിന്നെ 4 കഴുകിയെടുത്തു. ഈ ഒരു 4 ഇതിപ്പോൾ വേണമെങ്കിൽ വാട്ടിയെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ലേശം എണ്ണ അത്
അതുകൊണ്ട് പുരട്ടി കൊടുക്കാം. പിന്നെ എളുപ്പം ഒട്ടിപ്പിടിക്കാതെ കിട്ടും. പിന്നെ വാട്ടും ചെയ്യാം നമുക്ക്. ഞങ്ങളത് വാട്ടാതെയാണ്. ഇനിയിപ്പോൾ ഇതാ തേങ്ങയും ശർക്കരയും അത് ചേർത്തത് അവിടെ ഉണ്ട്. ഇപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ ഉരുള 4 ഉരുളയൊക്കെയല്ലേ വേണ്ടു. ഇനിയിപ്പോൾ ഇത് പരത്തിയെടുക്കാം ഇലയിൽ. അതാണ് വേണ്ടത്. ഇപ്പോൾ കുറച്ച് കട്ടി, നല്ല കട്ടിയോട് കൂടി തന്നെ ഉണ്ട് കലക്കി പാരുന്ന, അങ്ങനെ പാർന്നും ഉണ്ടാക്കുമല്ലോ അരി കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഇങ്ങനെ നേരെ പരത്തി കൊടുക്കാം. ഞങ്ങൾക്ക് പിന്നെ കുറച്ച് കട്ടിയിലായാലും ഇഷ്ടമാണ്. അല്ലെങ്കിൽ മറ്റേതാകുമ്പോൾ ഇങ്ങനെ നമ്മൾ പാർന്ന് കൊടുക്കുമ്പോൾ കട്ടി പറ്റ കുറവായിട്ട് അങ്ങനെ കിട്ടുക. കുറഞ്ഞൊരു കട്ടി ഉണ്ടാവും. നല്ല നന്നാക്കി വേവിച്ചെടുത്താൽ അത് രസമാണ്. അപ്പോൾ ഇനി ഇത് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതായി. ഇനിയിപ്പോൾ ഇല മടക്കി നമുക്ക് ഇനി വേവിച്ചെടുക്കാനുള്ളതാണ്. ഇതാ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു തട്ട് വെച്ചിട്ട് ഞാൻ ഇത് അതിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. നല്ല ടേസ്റ്റുള്ള പലഹാരം. കൂടുതലും ഇത് ഞങ്ങൾ വൈകിട്ടാണ് ഉണ്ടാക്കൽ. അതായത് നമ്മൾ 4 മണി പലഹാരമായിട്ട്. പിന്നെ ഏതായാലും രാവിലെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇനി ആവി കയറ്റിയെടുക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ചായ അവിടെ തിളച്ച് വരുന്നുണ്ട്. അവിടെ ഏതായാലും റെഡിയായി. ഇന്നിപ്പോൾ ഞായറാഴ്ചയുണ്ട്. പിന്നെ രാവിലെ നടത്തൊന്നുമില്ല. മറ്റേ എല്ലാ ദിവസവും നടക്കാൻ പോകില്ല ഞാൻ. ഇന്നിപ്പോൾ അതില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ 7-7:15 ഇങ്ങനെ ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് ചായ കഴിക്കാനായി. അല്ലെങ്കിൽ പിന്നെ 6 മണി മുതൽ 7 മണി വരെ നടന്ന് വന്നിട്ട് പിന്നെ ചായ പലഹാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ. അപ്പം അമ്മയ്ക്ക് ഒന്ന്. അമ്മയ്ക്ക് അത് ഇലട നല്ല ഇഷ്ടമുള്ളൊരു പലഹാരം തന്നെയാണ്. പൂച്ച കുട്ടി ഒക്കെ രാവിലെ തന്നെ ഇറങ്ങും. 6-6:30 ആകുമ്പോഴേക്ക് തന്നെ പുറത്തിറങ്ങും. അപ്പോൾ പിന്നെ പകലൊക്കെ പുറത്താണ്. രാത്രി ആകുമ്പോൾ പിന്നെ അകത്ത് കിടത്തുള്ളൂ. പകലങ്ങനെ പുറത്ത് ഓടി കളിക്കലിനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.